നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ 2024 ഉള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഒരുപാട് വർഷത്തെ BJP പ്രവർത്തകരുടെ കാത്തിരിപ്പിന് ശേഷം ഒരു സീറ്റിൽ ജയിക്കാൻ പറ്റി. ഒരുപാട് സീറ്റുകളിൽ അസംബ്ലി നിയോജക മണ്ഡല വീക്ഷിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒന്നാം സ്ഥാനത്തെത്താൻ പറ്റി. ചില സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എല്ലാം എത്തി നിൽക്കുന്ന പാർട്ടിയുടെ അതിഉജ്ജ്വലമായ ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അത് BJPയിൽ പ്രവർത്തിച്ച BJPയുടെ പഴയകാല പ്രവർത്തകരായ പലവർക്കും വളരെ വികാരം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം പണ്ട് കാലത്ത് വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി, ഹിന്ദി മേഖലകളിലേക്ക് നോക്കി ആഹ്ലാദിക്കുകയായിരുന്നു പതിവ്. ഇവിടെ യാതൊരു സീറ്റും കിട്ടാതെ ഓരോ നിയോജക മണ്ഡലത്തിലും, പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വരെ വെറും 10,000 വോട്ടും 8,000 വോട്ടും ഒക്കെയാണ് കിട്ടിയിരുന്നത്. 1-2 മാസം പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട 8 പ്രവർത്തകർക്ക് കിട്ടുന്ന ഒരാശ്വാസ വോട്ടായിരുന്നു അത്. കാരണം അന്ന് BJP ജയിക്കുമോ, BJP ഭരിക്കുമോ എന്നുള്ള പല തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്യാൻ മടിച്ചു നിന്നിരുന്നു. അതിൽ നിന്ന് ജനങ്ങൾ ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു വിജയമാണ് നമ്മൾ സുരേഷ് ഗോപിയിലൂടെ കണ്ടത്. അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിന് പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ തൃശ്ശൂരിൽ അവതരിപ്പിച്ചു. ആ സമയത്ത് നമ്മളെ ചില മറ്റ് പ്രസ്ഥാനത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ചില വ്യക്തിപരമായ വോട്ടാണെന്ന്. മറ്റ് ഈ മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ പറഞ്ഞു അത് അദ്ദേഹത്തിന് ഒരു സാംസ്കാരിക നായകൻ എന്ന നിലയിൽ കിട്ടിയ വോട്ടാണെന്ന്. എനിക്ക് ആ പറഞ്ഞ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒരു സാംസ്കാരിക നായകൻ എന്ന നിലയിലൊന്നും ആർക്കും ഒരു വോട്ട് കിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ, ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഉള്ള ജയമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വലിയ പ്രയാസം തന്നെയാണ്. ഇപ്പൊ സുരേഷ് ഗോപി ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കും. അതില് അദ്ദേഹത്തിനോട് ഒരു കൂപ്പ് കൈ തന്നെ നമ്മൾ ഒരു വലിയ കൂപ്പ് കൈ കൊടുക്കണം. അദ്ദേഹം ഒരു മഹത്തായ ഒരു സംഗതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു വിജയമാണെന്ന് ഞാൻ പറയുകയില്ല. എനിക്കത് പറയാനും സാധിക്കില്ല. അത് പ്രസ്ഥാനത്തിന്റെ വിജയം തന്നെയാണ്. പക്ഷെ സുരേഷ് ഗോപി എന്നുള്ള ആ വ്യക്തിയെ അവിടെ അവതരിപ്പിക്കാൻ പറ്റി, വളരെ സുന്ദരമായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റി. പക്ഷെ ഈ പറഞ്ഞ ഈ പത്രക്കാരും ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നിന്നിരുന്നു, പരാജയപ്പെട്ടു. 2 പ്രാവശ്യം പരാജയപ്പെട്ടു. 2 ലക്ഷത്തോളം വോട്ടൊക്കെ വാങ്ങി. അത് അദ്ദേഹത്തിന്റെ സിനിമ ഇൻഫ്ലുവൻസോട് കൂടി ഉള്ള വോട്ട് തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് ആ വോട്ട് കിട്ടിയിരുന്നത്. പക്ഷെ ഈ മൂന്നാമത് അദ്ദേഹം നിൽക്കുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ, നമ്മുടെ മോഡിജിയുടെ ഒരു
ആ സൂര്യ തേജസ്സിന്റെ ഒരു വെളിച്ചം കൂടി അദ്ദേഹത്തിന് ഉപകാരപ്രദമായിട്ടുണ്ട്. ഇന്ന് പ്രസ്ഥാനം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ എല്ലാ അന്തസ്സും ഓടുകൂടി പ്രസ്ഥാനം വളരെയധികം മുന്നിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. മൂന്നാമതും BJP ഭരണത്തിൽ വന്നിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് ഈ കേരളത്തിലും, ഈ കൊച്ചു കേരളത്തിലും നല്ലൊരു വിജയമുണ്ടായി എന്നുള്ള കാര്യം ഒരു സന്തോഷകരമായത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഇനി മോഡിജിയുടെ വിജയമോ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തെ പറ്റിയോ അതിന്റെ സന്തോഷത്തെ പറ്റിയോ അതൊന്നുമല്ല. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ സിനിമയിലൂടെ കടന്നു വന്ന് സിനിമയിലൂടെ പേരുണ്ടാക്കി സിനിമയിലൂടെ ഒരു മഹൽ വ്യക്തിയായ അദ്ദേഹം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ആ പ്രസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. അദ്ദേഹത്തിന് വിജയമുണ്ടായി. ആ വിജയമുണ്ടായി കഴിയുമ്പോൾ പ്രസ്ഥാനത്തിന് മറഞ്ഞുകൊണ്ട് ഞാനാണ് സർവസ്വവും എന്നുള്ള തരത്തിൽ സംസാരിക്കരുത്. അത് പ്രസ്ഥാനത്തിന് തന്നെ ഒരു മോശപ്പേരാകും എന്ന് എനിക്ക് തോന്നുന്നു. അതൊന്ന് അവതരിപ്പിക്കണമെന്നും തോന്നുന്നു. അത്രയോ. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വിജയം ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങ് ഡൽഹിയിൽ നിന്ന് മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതുകൊണ്ട് കേരളത്തിലേക്ക് വരും. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തം തന്നെയായിരുന്നു. BJPയുടെ സ്വന്തമായിട്ടൊരു മന്ത്രി കേരളത്തിൽ നിന്ന്, രാജേട്ടൻ മന്ത്രി ആയിട്ടുണ്ട്, റെയിൽവേ സഹമന്ത്രി ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം അന്ന് രാജ്യസഭയിലൂടെ MP ആയിട്ടാണ് ആകുന്നത്. ജനം തെരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ജനാധിപത്യ രീതിയിലൂടെ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ വന്ന ഈ വിജയത്തിന്, ഈ വിജയത്തോടു കൂടിയുള്ള കേരളത്തിലേക്കുള്ള ആ ഒരു വരുത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനൊരു അന്തസ്സ് വേറെ തന്നെയാണ്. അത് നമുക്ക് ഒരു അഹങ്കാരം തന്നെയാണ് BJP-കാരനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അങ്ങനെ അയാൾ കോഴിക്കോട് വരുന്നു. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസിലേക്ക് വരുന്നു. അവിടെ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെ കുറച്ചു നേരം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കണ്ണൂരേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന് മുത്തപ്പൻകാവിൽ പോകാനുണ്ടായിരുന്നു, മാടായിക്കാവിൽ പോകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വാടിക്കൽ ചന്ദ്രന്റെ വീട്ടില് ആദ്യമായിട്ടുള്ള ഒരു സ്വയം സേവകന്റെ മരണമായിരുന്നു അത് അവിടെ പോകുന്നു. അവിടെ പോയി ആ കുടുംബത്തിനെ സന്ദർശിച്ച് അവരെ കാണുന്നു. അപ്പൊ ആ കാണുന്ന ഒരു വികാരപരമായ ഒരു രംഗമൊക്കെ ആയിരുന്നു. ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് ആ വികാരം ഉണ്ടായിരിക്കും. സിനിമാ നടൻ എന്നുള്ള കൊണ്ട് വികാരം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം, അല്ലാതെ ആ ഒരു വികാരം അറിയില്ല. മറ്റുള്ള പ്രസ്ഥാനത്തില് മറ്റ് പ്രവർത്തിച്ച പലവർക്കും ഉണ്ടായി. അവിടെ ആ ഒരു വീഡിയോയിലൊക്കെ ഞാൻ ചില മാഷയൊക്കെ കണ്ടിരുന്നു. അതൊക്കെ അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാലമായിട്ട് ജീവിക്കുന്നവരാണ്. ഇന്നും അവരൊക്കെ സജീവമായിട്ട് ഉള്ളവരാണ്. അപ്പൊ അവരെയൊക്കെ ഇന്നും അവിടെ ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റി. അദ്ദേഹം അതിനു മുമ്പ് പോയത് EK നായനാർ വീട്ടിലേക്കാണ്. നമ്മളെ അദ്ദേഹമൊക്കെ ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വാടിക്കൽ ചന്ദ്രനെ ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം കുറ്റക്കാരനായ പ്രതിയായ ആ കേസ് ഉണ്ടാകുന്നത്, ദാരുണമായ ആ കൊലപാതകം ഉണ്ടാകുന്നത്. നമ്മളെ വീട്ടില് പോകണം. EK നായനാർ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തി തന്നെയാണ്. അദ്ദേഹം കേരളത്തിന്റെ ഒരു നല്ലൊരു മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനം ശരിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വളരെ ഒരു ഗംഭീരമായ ഒരു മുഖ്യമന്ത്രി തന്നെയാണ്.
അദ്ദേഹം ഒരു പ്രദമായിട്ടുള്ള സംസാരം തന്നെ ജനങ്ങൾക്ക് എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ ഒരു ഒന്ന് ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു സംസാരം തന്നെ ഉണ്ടല്ലോ, നമ്മളെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോട് നമ്മളിൽ ഒരാളാക്കി മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, അതാണ് ഇ കെ നായനാർ. നമ്മൾ തന്നെയാണ് അദ്ദേഹം എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും എളിമയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനെ സുരേഷ് ഗോപി ആരാധിക്കുന്നതിൽ നമുക്ക് യാതൊരു വിരോധവുമില്ല. ആരാധിച്ചോട്ടെ. വളരെ ഓപ്പൺ ആയിട്ട് അവിടെ പോകുന്നു. പോയിട്ട് അതിനു മുമ്പ് നമ്മുടെ പ്രസ്ഥാനത്തിലെ ആൾക്കാരെയൊക്കെ കണ്ട്, പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി, നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി വീരം മൃത്യു വരിച്ച പലവരുടെയും വീടുകളും കാര്യങ്ങളും പാർട്ടി ഓഫീസുകളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ശേഷം മതിയായിരുന്നു അത് എന്ന് എനിക്ക് തോന്നി. അതെനിക്ക് ഇവിടെ പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്തത്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ അവര് വളരെ ഒരു കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് അവിടെ കണ്ടത്. അവരുടെ മിസ്സിസ് പറയുകയുണ്ടായി, സുരേഷ് ഗോപിയെ ഞാൻ ആദ്യം കണ്ടത് മെഡിക്കൽ കോളേജ് വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു എന്നോട്, ആ പോകുന്നത് ആരാണെന്ന് അറിയൂ, അതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ. അയാൾ ഇവിടെ വരുന്നത് ഇവിടെ കിടക്കുന്ന പല പാവപ്പെട്ട കുട്ടികൾക്കും എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിയാണ്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പൈസ വേണോ, അങ്ങനെയുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് വരുന്നതെന്ന്. അപ്പം മിസ്സിസ് നായനാറിന് അത് കേട്ടപ്പോൾ വളരെ ഒരു ബഹുമാനം തോന്നി സുരേഷിനോട്, സുരേഷ് ഗോപിയോട്. അങ്ങനെയുള്ള ആ ഒരു ബന്ധമാണ് അത്. പിന്നെ അവര് തമ്മിൽ വളരെ ഒരു ആത്മബന്ധമായി മാറുകയാണ്, ഒരമ്മ മകൻ എന്നുള്ളൊരു ബന്ധമായി മാറുകയാണ്. അപ്പൊ അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അതിലൊരു സന്തോഷത്തിന്റെ കുറവുമില്ല. പക്ഷേ ആദ്യമായിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പ്രസ്ഥാനത്തിന്റെ പല വീടുകളിലും പ്രസ്ഥാനത്തിന്റെ പല ആളക്കളിലും കണ്ടതിന് ശേഷം അവരോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവിടെയൊക്കെ പോകേണ്ടത്. അവിടെയൊക്കെ പോകണം. പോകുന്നതിന് യാതൊരു വിരോധവുമില്ല, പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതത്തിൽ മറ്റുള്ളവനെ കൂടി ഇതിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി, നമ്മളിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷെ ഇന്ന് അടുപ്പിച്ച് പല പ്രസ്ഥാനങ്ങളിൽ ആൾക്കാരും ഇങ്ങോട്ട് വന്ന് അതൊരു ഒരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണോ എന്നുള്ളത് അതിന് ഒരു സംശയം ഇല്ലാതില്ല. നമ്മൾ തന്നെ നമ്മളതായ ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാതെ മറ്റു പ്രസ്ഥാനങ്ങളിലുള്ള പല ഒന്നിനും കൊള്ളാത്ത പല ആൾക്കാരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പഴയ ആൾക്കാരെ മുഴുവൻ മറന്നു പോകുന്ന ഒരു നേതൃത്വമായിട്ട് BJP നേതൃത്വം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയവുമുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഈ വിജയത്തിന്റെ പൊൻകുടി പാർപ്പിച്ചുകൊണ്ട് ഉള്ള സുരേഷ് ഗോപിയുടെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹം ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതേ എനിക്ക് പറയാനുള്ള അധികാരവും. ബാക്കി ഇപ്പൊ അയാൾ പറയാം ഞാൻ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാർട്ടി എടുത്ത് പുറത്തേക്ക് ഇടൂ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ അയാൾ പോകുന്നത് തൃശ്ശൂരേക്കാണ്. അതിരാവിലെ തന്നെ തൃശ്ശൂർ BJP ഓഫീസിൽ പോയി അവിടെ നിന്ന് വല്ല പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള BJPയുടെ പഴയ പ്രമുഖരായ പല നേതാക്കന്മാരെയും കണ്ട്, അപ്പൊ ഈ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ പാർട്ടി അയാളൊന്നും കണ്ടിട്ടേ ഇല്ല കൂടെ. അയാളൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാൻ യുവമോർച്ചയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ അയാളെ കാണുന്നതാണ്. അയാളൊന്നും കഴിഞ്ഞ ദിവസം ഇയാളെ കൂടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയും അയാൾ ചെയ്തത് നായനാറെ കണ്ട മാതിരിയല്ല. നായനാറെ കണ്ടത് നമുക്ക് സന്തോഷമില്ല കാര്യമാണ്. നായനാർ എന്ന് പറയുന്നത് നായനാറെ വൈഫായിട്ടൊക്കെ കണ്ട് സംസാരിച്ചതൊക്കെ വളരെ സന്തോഷമില്ല കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു മഹൽ വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ ഈ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ അവിടെ കല്ലറയിൽ അവിടെ പോയി പ്രാർത്ഥിച്ചു. അതാവാം, എനിക്ക് സമയമുണ്ട്. ജയിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ പോയി വിടേണ്ട കാര്യമൊന്നുമില്ല. കരുണാകരൻ BJPയുടെ നേതാവൊന്നുമല്ല. BJPക്ക് വേണ്ടിയോ സംഘത്തിന് വേണ്ടിയോ രക്തസാക്ഷിത്വം വഹിച്ചൊരു നേതാവല്ല.
ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് കേൾക്കുമ്പോ കുറെ ആൾക്കാർ ഇയാളൊരു സംഘി എന്നൊക്കെ പറഞ്ഞ് എന്നെ ചിലപ്പോ ചീത്ത പറഞ്ഞേക്കാം. എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാനൊരു പഴയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് പറയുന്നു. ആ അവിടെ വന്ന് അവിടെ നിന്ന് കരുണാകരനെ പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ വ്യക്തിപരമായ ബന്ധമായിരിക്കാം എന്നിട്ട് പോകുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്ന് പത്രക്കാരെ കണ്ടപ്പോൾ ഇയാളെ നാവില് ഗുളികൻ കയറി. ഇയാളെ നാവില് ഗുളികൻ കയറി നമ്മൾ കണ്ടതാ. ഭാരതത്തിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി, കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. അത് കോൺഗ്രസ്സുകാരെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കരുണാകരന്റെ എന്നും കോൺഗ്രസിന്റെ പിതാവാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ പിതാവാണെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അതും പറഞ്ഞു. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവായിരുന്നു. പൊട്ടിത്തെറിച്ച് പറഞ്ഞ അറിയാണ്ട് പറഞ്ഞു പോയതായിരിക്കും പാവം. പക്ഷെ പഴയ ഗോപിയല്ല സുരേഷ് ഗോപി എന്ന് ഓർമ്മ എപ്പോഴും ഇരിക്കേണ്ട ഒരു സമയമാണ്. അയാള് ചിലപ്പോ ഈ വല്ല കാരണവശാൽ ഈ വീഡിയോ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ കണ്ടുപോയാൽ അയാൾ വരും ഇവനേതടാ ഇതൊക്കെ പറയാൻ. ഞാനിത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാല് ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാലം കൊടി പിടിച്ച് നടന്നതാണ്. ആ കൊടി പിടിച്ച് നടന്നത് കൊണ്ട് ഉണ്ടായ ആ പറച്ചിൽ കേട്ടപ്പോ ഉണ്ടായ ഒരു വികാരമാണത്. അതുകൊണ്ട് പറഞ്ഞു. അപ്പം ഇനി മുതൽ അങ്ങോട്ട് എങ്കിലും ഈ പത്രക്കാരുടെ പല ഉരുട്ടു ചോദ്യങ്ങൾക്കും വശംവദനാകാതെ ചിന്തിച്ചു പഠിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ ജയിച്ച ആ പാർട്ടിയുടെ ഒരു മന്ത്രിയായിരിക്കുന്ന ഒരാളാണ് എന്നുള്ള ചിന്താഗതിയോട് സംസാരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മാരാർജിയുടെ കണ്ണൂർ പോയ സമയത്ത് ആ പയ്യാമ്പലം ബീച്ചിൽ അദ്ദേഹത്തിന് അവിടെ ഒരു മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല, കാരണം ഞാനിപ്പോ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അവിടെ മാരാർജിയുടെ ആ ഒരു സ്മാരകത്തിന്റെ മുമ്പിൽ എവിടെയെങ്കിലും പോയി ഒരു പുഷ്പം അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പിതാമഹനായിരുന്നു മാരാർജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഉടനീളമുള്ള പഴയ BJP-ക്കാർക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തട്ടുന്ന, ഹൃദയത്തിന്റെ അകത്തൊരു തിളപ്പുണ്ടാകുന്ന ഒരു വാക്കാവുമായിരുന്നു. അതിനു പകരം കോൺഗ്രസിന്റെ നേതാവായ ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്ന് പറയാൻ നിങ്ങൾ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കോൺഗ്രസ്സുകാർ അത് നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ നിങ്ങൾ ആത്മബന്ധങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇന്ദിരാഗാന്ധിനെ പരിചയം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ കരുണാകരന്റെ കെയർ ഓഫിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ അത് പറയേണ്ടത് നിങ്ങളല്ല. അതുകൊണ്ട് പിന്നെ ഇത് പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞു, അത്രയോ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ BJP-യുടെ മന്ത്രിയാണ്, BJP-യുടെ നേതാവാണ്, ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ഇനി സിനിമയിൽ അഭിനയിക്കും, സിനിമയിലൂടെ നിങ്ങൾ കാശുണ്ടാക്കും, പാവപ്പെട്ട പല ആൾക്കാർക്കും നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യും, അവരൊക്കെ നിങ്ങളെ ദൈവം പോലെ കാണും. പക്ഷെ രാഷ്ട്രീയത്തില് അതിലൊക്കെ പുറം നമ്മൾ പല പെരുമാറ്റങ്ങൾക്കും നമ്മൾ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഇനി നിങ്ങൾ പറയേണ്ടത് എപ്പോഴും നരേന്ദ്രമോദിയെയും ഭാരതീയ ജനതാ പാർട്ടിയെയും അല്ലെങ്കിൽ പരമേശ്വർജിയും മാലാർജിയെയും പറ്റിയൊക്കെയാണ്. കേരളത്തിന് വേണ്ടി രാജ്യസഭയിലൂടെയാണെങ്കിലും കയറി വന്നിരുന്ന രാജേട്ടനെ പറ്റി, പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പണിയെടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതേമാതിരി മരണപ്പെട്ടു പോയ ഒരുപാട് രക്തസാക്ഷികളുണ്ട്. അവരെ പറ്റിയൊക്കെയാണ്
അവരെ പറ്റിയൊക്കെയാണ് നിങ്ങൾ ഇനി സംസാരിക്കേണ്ടത്. അല്ലാതെ കോൺഗ്രസിന്റെ ആൾക്കാർ മാതാവാകി പിതാവാകി അവരെന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മുടെ വിഷയം നമ്മുടെ പ്രസ്ഥാനമാണ് എന്ന് ഈ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാനൊന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ വിജയം ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതി ചിന്തിക്കുന്നതിലും അപ്പുറം തന്നെയാണ്. ആ വിജയത്തിൽ എല്ലാവരും സന്തോഷിച്ച് മതിമറന്ന് നൃത്തം ചവിട്ടുന്ന ഒരു സമയം തന്നെയാണ്. അപ്പൊ നിങ്ങള് ഇനിയും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഒരുപാട് ഉയരാനുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങൾ ചിലപ്പം ഇത് കേൾക്കുമ്പോൾ പറയും ഇവനാരെന്നെ പഠിപ്പിക്കാൻ, ഇവനിതൊക്കെ. പക്ഷെ പറയാനുള്ളത് ഞാൻ എൻ്റെ ഡബിൾ ബാരൽ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നു. ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ ഒരു കഴുകന്മാരെ പോലെ നിങ്ങളെ കൊത്തിവലിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. രണ്ട് കണ്ണും തുറിച്ചു നോക്കിക്കൊണ്ട് ആകാശത്ത് നിങ്ങളെ ചുറ്റും പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. നിങ്ങളെ വാക്കുകൾ ഓരോന്നും ഇനി BJPയുടെ വാക്കുകളാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകന്റെ വാക്കുകളാണ്. ആ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ഇന്നും ഒന്നുകൂടി നമ്മുടെ പ്രവർത്തകരെയും നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചവരെയും എല്ലാവരെയും ചിന്തിച്ചുകൊണ്ട് പറയണം എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ മാനിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ഒരു പൊളിറ്റീഷ്യനാകും. ജനങ്ങളെ സേവിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സേവനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ 100 മടങ്ങ് 100%, 101% ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു സംഗതിയിൽ നിങ്ങളോട് ആർക്കും തന്നെ കിടപിടിക്കാൻ സാധിക്കില്ല. ഒരു സർക്കാർ ചെയ്യേണ്ടതിലും അപ്പുറം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും സ്വന്തം വരുമാനത്തിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു സംഗതി നിങ്ങൾ തുടരും, നിങ്ങൾക്ക് തുടരാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. പിന്നെ ഈ സഹായങ്ങൾ കിട്ടുന്ന ഓരോ വീട്ടുകാരും ഓരോ അമ്മമാരും ഓരോ സഹോദരന്മാരും നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹം ചില്ലറയായിരിക്കില്ല, അത് ഉറപ്പില്ല കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലും അനുഗ്രഹീതനായ ഒരു മനുഷ്യനാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇനിയും വളരെ സുഗമമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ വലിയ വലിയ ഉയരങ്ങളിലെത്തി ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററായി അതിലും ഉയരങ്ങളിലായി ഇനി കേരളത്തിന്റെ എന്നൊരു മുഖ്യമന്ത്രി വരെ ആകാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ നിങ്ങൾക്ക്. ഈ എന്ന് മാത്രം പറയുകയാണ്. എന്നിട്ട് ഞങ്ങളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്തേ. ഡബിൾ ബാരലിന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.